ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു റയാൻസ് കിച്ചൻ. ഇന്ന് ഞാൻ നിങ്ങൾക്ക് വേണ്ടി വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്ന ഒരു ഉള്ളിവടയുടെ റെസിപ്പിയുമായിട്ടാണ് വന്നേക്കുന്നത്. അപ്പോൾ നിങ്ങൾ ഈ വീഡിയോ കണ്ടു നോക്കിയിട്ട് ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുതേ. നിങ്ങളിൽ ആരെങ്കിലും ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അപ്പോൾ നിങ്ങളുടെ എല്ലാ സപ്പോർട്ടും പ്രതീക്ഷിച്ചുകൊണ്ട് നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഉള്ളിവട ഉണ്ടാക്കാൻ വേണ്ടി ഒരു 7 മീഡിയം സൈസ് സവോള നീളത്തിൽ വളരെ കട്ടി കുറച്ച് നൈസായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇനിയിപ്പം നമുക്ക് അതിലേക്ക് വേണ്ട ബാക്കി സാധനങ്ങളൂടെ കാണിക്കാം. അപ്പം ഞാൻ ഇത്രയും വലിപ്പമുള്ള ഒരു ഇഞ്ചിയും പിന്നെ ഒരു 10 പച്ചമുളക്, അത്യാവശ്യം നല്ല എരിവുള്ള ഒരു 10 പച്ചമുളക് കൂടി എടുത്തിട്ടുണ്ട് ഇപ്പം ഇതിലേക്ക് ചേർക്കാനായിട്ട്. അപ്പം ഞാൻ ഇതൊന്ന് നന്നായിട്ട് ചോപ്പ് ചെയ്തിട്ട് കൊണ്ടുവരാം. അപ്പം നമ്മൾ ഈ നൈസായിട്ട് അരിഞ്ഞു വെച്ചിരിക്കുന്ന സവോളയിലേക്ക് കുറച്ച് ഉപ്പ് ആഡ് ചെയ്തിട്ട് നന്നായിട്ട് ഞെരടി തിരുമ്മിയെടുക്കാം. നല്ലതായിട്ട് തിരുമ്മിയെടുത്തിട്ട് അതിൻ്റെ അകത്തെ വെള്ളമെല്ലാം ഊറി വരുന്നോടം വരെ നന്നായിട്ടൊന്ന് തിരുമ്മി യോജിപ്പിച്ച് കൊടുക്കാം. ഇപ്പം ഇതെല്ലാം തിരുമ്മി ഈ ഒരു പരുവത്തിൽ ആക്കി എടുത്തിട്ടുണ്ട്. അരിഞ്ഞു വെച്ചേക്കുന്ന ഞാനിപ്പോൾ ഇതൊരു ചോപ്പറിലിട്ട് ചോപ്പ് ചെയ്ത ഇഞ്ചിയും പച്ചമുളകും കൂടി ഇതിലിട്ട് ആഡ് ചെയ്ത് കൊടുക്കാം. അതപ്പോൾ നിങ്ങൾക്ക് എങ്ങനെ വേണം ആഡ് ചെയ്യാം. ചെറുതായിട്ട് അരിയുവോ ഒന്ന് മിക്സിയുടെ ജാറിലൊന്ന് ചെറുതായിട്ട് ചതച്ചെടുക്കുക, അതെങ്ങനെ നിങ്ങളുടെ ഇഷ്ടം. പിന്നെ ഞാൻ അതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ മുളക് പൊടി, 1/2 ടേബിൾ സ്പൂൺ മുളക് പൊടി ആഡ് ചെയ്ത് കൊടുക്കുക. പിന്നെ നമുക്ക് അതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ കായപ്പൊടി ആഡ് ചെയ്ത് കൊടുക്കാം. പിന്നെ ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം. അതിന് വേണ്ട ഒരു 1/4 ടീസ്പൂൺ. എന്നിട്ട് ഇതെല്ലാം കൂടെ നമുക്ക് ഒന്നുകൂടെ മിക്സ് ചെയ്ത് കൊടുക്കാം. കാണാവോ? ഇതെല്ലാം നന്നായിട്ട് യോജിച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതിലേക്ക് നമുക്ക് മൈദ ആഡ് ചെയ്ത് കൊടുക്കാം. ഇപ്പം ഞാനിവിടെ ഒരു 3 കപ്പ് സെൽഫ് റൈസിങ് ഫ്ലോർ ആണ് എടുത്തേക്കുന്നത്. ഇപ്പം ഞാൻ ഓൾറെഡി 2 കപ്പ് ആഡ് ചെയ്തിട്ട് നമുക്കൊന്നുകൂടെ കുഴച്ചിട്ട് നോക്കാം. എന്നിട്ട് വേണമെങ്കിൽ ബാക്കിയിരിക്കുന്ന കപ്പൂടെ 1 കപ്പൂടെ ആഡ് ചെയ്യാം. ഇനിയിപ്പോൾ ഇതൊന്ന് നന്നായിട്ട് നമുക്ക് മിക്സ് ചെയ്ത് നോക്കിയിട്ട് വേണമെങ്കിൽ റിമൈനിങ് ഇരിക്കുന്ന 1 കപ്പൂടെ ആഡ് ചെയ്ത് കൊടുക്കാം. ഞാൻ ഇതിലേക്ക് കുറേശ്ശെ വെള്ളം ആഡ് ചെയ്ത് കൊടുക്കുവാണ്. ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇപ്പം എനിക്ക് ഇത്തിരി പൊടി കുറവും സവോള ഒത്തിരി കൂടുതലുമായിട്ടാണ് തോന്നുന്നത്. അപ്പം ഞാൻ ഇനിയിപ്പം ലാസ്റ്റ് മൊത്തം ഇത് 1 കപ്പ് ഫ്ലോർ കൂടെ ഉണ്ട്, അതുകൂടെ ആഡ് ചെയ്യുവാണ്. സെൽഫ് റൈസിങ് ഫ്ലോർ എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ അകത്ത് സെൽഫായിട്ട് എന്നാ പറയുന്ന പൊന്തി വരാനുള്ള എന്തോ ബേക്കിംഗ് സോഡ അങ്ങനെ എന്തോ ഒരു ഏജൻറ്റ് ഇതിൻ്റെ അകത്ത്, സെൽഫ് റൈസിങ് ഏജൻറ്റ് ഇതിൻ്റെ അകത്ത് ആഡ് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ടാണ് ഇതിൻ്റെ സെൽഫ് റൈസിങ് ഫ്ലോർ എന്ന് പറയുന്നത്. അപ്പം മൈദയാണെങ്കിൽ ജസ്റ്റ് ഒരു 1/4 ടീസ്പൂൺ, 1/4 തൊട്ട് 1/2 ടീസ്പൂൺ വരെ സോഡാപ്പൊടി ആഡ് ചെയ്ത് കൊടുത്താൽ മതി. ഞാൻ ഒരു കുറച്ച് വെള്ളം കൂടെ ആഡ് ചെയ്യുവാണ്. എരിവൊക്കെ നിങ്ങളുടെ ഇഷ്ടമാകട്ടോ. വേണമെങ്കിൽ എരിവ് ഇനി ഇച്ചിരി കൂടെ വേണമെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടെ ആഡ് ചെയ്യാം. പക്ഷേ ഇതിപ്പം അത്യാവശ്യം നല്ലൊരു എരിവുണ്ട്. അത്രയും മുളക് പൊടി 10 പച്ചമുളകും എല്ലാം കൂടെ ആയപ്പോഴത്തേക്കും അത്യാവശ്യം നല്ലൊരു എരിവുണ്ട്. ഞാനൊരു കുറച്ച് വെള്ളം കൂടെ ആഡ് ചെയ്യുവാണ്. നമ്മൾ പേടിക്കൊന്നും വേണ്ട, വെള്ളമൊന്നും കൂടി പോകത്തില്ല. ഇത് അടിപൊളിയായിട്ട് കറക്റ്റായിട്ട് നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. ഇതിപ്പോൾ നമ്മൾ നന്നായിട്ട് കുഴച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് ഇത് ഒരു 1/2 മണിക്കൂർ തൊട്ട് 1 മണിക്കൂർ വരെ ഒരു ചെറുതായിട്ടൊന്ന് പുളിച്ച് വരാമെന്ന് പറയാം, അതുപോലെ വയ്ക്കാം. ഇപ്പം തന്നെ ഉണ്ടാക്കിയാലും കുഴപ്പമില്ല, പക്ഷെ ഒരു വയ്ക്കുവാണെങ്കിൽ അതിനൊരു നല്ല ക്രിസ്പിനെസ്സും മയമൊക്കെ കിട്ടും. അപ്പം നമുക്കിതൊരു കുറച്ച് നേരം വയ്ക്കാം, എന്നിട്ട് കാണാം. ഇപ്പം നമ്മുടെ ഉള്ളിവടയുടെ മാവ് ഏകദേശം ഒരു 1 മണിക്കൂർ കഴിഞ്ഞു കേട്ടോ. അപ്പം എല്ലാം നല്ല കറക്റ്റ് പരുവായിട്ടുണ്ട്. ഇനിയിപ്പം നമുക്കിതെങ്ങനെയാണ് വറുത്തെടുക്കുന്നതെന്ന് നോക്കാം. ഇപ്പം നമ്മുടെ മാവെല്ലാം റെഡി ആയിട്ടിരിപ്പുണ്ട്. ഇനിയിപ്പം നമുക്ക്
ഉള്ളിവട എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. നമുക്ക് ഈ രണ്ട് കൈയിലും കുറച്ച് എണ്ണ തേച്ചിട്ട് വെള്ളം തേച്ചിട്ട് ഒരു പോർഷൻ എടുത്തിട്ട് ഒന്ന് ചെറുതായിട്ട് അമക്കിയിട്ട് അത് നിങ്ങൾക്ക് വലിപ്പം നല്ല വലുപ്പത്തിൽ വേണമെങ്കിൽ നല്ല വലുപ്പത്തിൽ ഉണ്ടാക്കാം. ഞാൻ സാധാരണ ഉണ്ടാക്കുമ്പോൾ അധികം വലുപ്പത്തിൽ ഉണ്ടാക്കാറില്ല. നമ്മുടെ വീട്ടിലൊക്കെ കഴിക്കാനല്ലേ എന്ന് ഓർക്കുമ്പോൾ. നിങ്ങളിപ്പം വീട്ടിലുണ്ടാക്കുമ്പോൾ ഇത്ര എണ്ണ ഒഴിച്ചൊന്നും ഉണ്ടാക്കേണ്ട ആവശ്യമില്ല. കാരണം കുറേശ്ശെയല്ലേ ഉണ്ടാക്കുന്നുള്ളൂ. അപ്പം കുറച്ച് ചെറുതായിട്ട് എണ്ണ ഒഴിച്ച് കുഞ്ഞൊരു പാത്രത്തിൽ ഉണ്ടാക്കിയാലും മതി. ഇപ്പം എനിക്ക് ഒത്തിരി നേരം ഇങ്ങനെ മറിച്ചു കൊടുക്കാം. തീ ഒത്തിരി കൂടി എണ്ണ ഒത്തിരി ചൂടായി പോഞ്ഞു കിടക്കണം. ചെറുതായിട്ട് തീ കുറച്ച് കൊടുക്കണം, അല്ലെങ്കിൽ പുറം മാത്രം കരിഞ്ഞു പോയിട്ട് ആകം വേകാതെ വരും. ഇതിപ്പോൾ എണ്ണയുടെ ചൂട് കറക്റ്റാണ്. റോഷൻ കണ്ടിട്ട് ഞാനിത് മറിച്ചും തിരിച്ചു വിട്ട് കൊടുത്ത് ഈ ഏകദേശം ഒരു കളർ ആയിട്ടുണ്ട്. 2 മിനിറ്റ് കൂടെ കഴിയുമ്പോൾ നമുക്കിത് കോരിയെടുക്കാം. ഇത് കറക്റ്റ് കളർ ആയിട്ടുണ്ടല്ലോ റോഷ. അപ്പൊ ഇത് നമുക്ക് റെഡി ആയിട്ടുണ്ട്. നമുക്കിത് കോരി മാറ്റാം. നമുക്ക് ഇതും 2ാം ട്രിപ്പും റെഡി ആയിട്ടുണ്ട്. നമുക്കിത് കോരിയെടുക്കാം.
നമ്മൾ ഇതെല്ലാം വറുത്ത് കോരി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് പ്ലേറ്റ് ചെയ്തിട്ട് കാണാം. അപ്പൊ ഇതാണ് നമ്മുടെ സൂപ്പർ ടേസ്റ്റ് ഉള്ളിവട. അപ്പൊ നിങ്ങൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായം പറയണേ. താങ്ക് യു.